ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷെറീസ് വേൾഡ് ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. ഇന്നൊരു ഔട്ടിംഗ് വ്ളോഗാണ്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് പാലക്കാട് കൊല്ലങ്കോടുള്ള കുടിൽ ഡാം എന്ന് പറഞ്ഞ സ്ഥലമാണ്. പാലക്കാട് കൊല്ലങ്കോട്. ഓക്കെ, സോ നമ്മൾ നല്ല മഴയുള്ള സമയത്താണ് അങ്ങോട്ട് പോയത്. അതാണ് ഇത്രയും ഭംഗിയിലേക്ക് നിങ്ങൾക്കിത് കാണിച്ചു തരാൻ പറ്റുന്നത്. എന്താ പറയുക, നല്ല മലനിരകളും അല്ലാതെ പാലക്കാടൻ ഗ്രാമഭംഗി എന്ന് പറയില്ല, അത്രയും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഒന്നും പറയാനില്ല. നല്ല മലയും പാടവും പച്ചപ്പും മഴയും. അപ്പം പാലക്കാട് കൊല്ലങ്കോടാണ്. കൊല്ലങ്കോട് എല്ലാവർക്കും അറിയാം. അവിടെ കുടിലിടം എന്ന് പറയുന്ന പ്ലേസാണ്. അപ്പോൾ എൻട്രി ഫീസ് ഒരാൾക്ക് 30 ദിറംസാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു എൻട്രൻസ് പോലെ ഒരു പടിവാതിൽ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ പറയുക, എവിടെ തിരിഞ്ഞാലും അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഫ്രെയിംസാണ് കേട്ടോ. ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് ആസ്വദിച്ച് കാണാൻ ഒരുപാടുണ്ട്. എത്ര മണിക്കൂർ വേണമെങ്കിലും, അതായത് പ്രകൃതി ആസ്വദിക്കാൻ താല്പര്യം ഉള്ള ആളുകൾക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും അവിടെ ഇരിക്കാം. ചെറിയ സ്നാക്സും ചായയൊക്കെ കഴിച്ച്. അവിടെ നല്ല മീനിൻ്റെ കുളമൊക്കെ ഉണ്ട്, നല്ല താഴെ കുളമൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഞാൻ എൻട്രൻസിലോട്ടൊക്കെ ഒന്ന് കയറി വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിലിടണം, ഇൻസ്റ്റാഗ്രാമിലിടണം, അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആ രീതിക്ക് പല രീതിയിലും വീഡിയോസ് എടുക്കുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാട്ടോ. പിന്നെ എന്താ പറയുക, പാലക്കാടിൻ്റെ ഗ്രാമഭംഗിയാണ് നമ്മൾ ആസ്വദിക്കുന്നത്. നമ്മൾ ഈ മനസ്സിൽ നമ്മൾ പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഡ്രോയിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ മനസ്സിലൊരു ഒരു പിക്ചർ വരയ്ക്കുമല്ലോ, നാട് അല്ലെങ്കിൽ ഗ്രാമം എന്നൊക്കെ പറഞ്ഞ് വരയ്ക്കാറില്ല. അത് തന്നെ നല്ല മലനിരകൾ, പാടം, എന്താ പറയുക ഇപ്പോൾ നല്ല കാറ്റും, പാലക്കാടൻ കാറ്റും. അവിടെ കൊയ്ത്ത്, അതായത് ഏക്കർ കണക്കിന്, ചിലപ്പോൾ ആരുടെയും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കാം, ഏക്കർ കണക്കിന് സ്ഥലത്താണ് അവരിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ആമ്പൽക്കുളം ഉണ്ട്, പിന്നെ സൈഡിൽ കൂടെ നമുക്ക് ബസ്സൊക്കെ പോകുന്നത് കാണാം. പിന്നെ ബാക്കിൽ സീനറിയാണ് തോന്നും, അത്രയും കാർമേഘം ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുക, നിറച്ച് തെങ്ങ്, പിന്നെ സൈഡിൽ മല, ആമ്പൽക്കുളം. ഇതിലും ഭംഗി എവിടെയാണ് വേണ്ടത്? എവിടെയാണ് ഇത്രയും ഭംഗി ആസ്വദിക്കാൻ പറ്റുക? അത്രയും ഭംഗിയാണ്. ആമ്പൽക്കുളത്തിൽ ആമ്പലുകളുണ്ട്. പിന്നെ ഓരോ രീതിയിൽ അവർ എന്താ പറയുക, ഞാറ് നടന്നതും ഒക്കെ നമുക്ക് കാണാം. ഒരുപാട് നടന്ന് കണ്ട് ആസ്വദിക്കാനുണ്ട്. അപ്പോൾ ഈ വെളിയിൽ നിന്നൊക്കെ പിന്നെ GCC കൺട്രീസൊക്കെ ഒന്ന് വരുന്ന ആളുകൾക്ക് ഇതൊക്കെ വന്ന് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലാറ്റ് ജീവിതം ആസ്വദിക്കുന്ന ആളുകൾക്ക് ഈ പുറത്തുള്ള ഇതൊക്കെ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. തവളക്കിണർ, നല്ല താഴ്ച, 40 അടി താഴ്ചയുള്ള തവളക്കിണറാണ്. അപ്പോൾ അത് ഇത്ര എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ എല്ലാം എന്താ പറയുക, പ്രകൃതിയുടെ ഭംഗിയാണ് ഞാൻ വീഡിയോ എടുത്തത്. ഒരു തോണിയുണ്ട്, തോണിക്കാരൻ ഇല്ലാന്നേ ഉള്ളൂ. പിന്നെ കുറേ ഏറുമാടങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആ മലയുടെ മുകളിൽ കൂടെ നമ്മൾ നോക്കി നീർച്ചാലുകൾ പോലെ വെള്ളം ചാടുന്നത് കാണാം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലക്കാടൻ ഗ്രാമഭംഗി ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ ഈ മഴയുള്ള സമയത്ത് തന്നെ വരണം, അപ്പോഴാണ് ആ പച്ചപ്പ് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇങ്ങനെ നടുവ് കൂടെ എന്താ പറയുക, പലക കെട്ടിട്ട് നമുക്ക് ഒരു എന്തപ്പം അതിന് പറയുക, ഒരു പാടത്തു നിന്ന് മറ്റൊരു പാടത്തേക്ക് ക്രോസ് ചെയ്യാനുള്ള വഴി. ചിലപ്പോൾ അതിനൊക്കെ ഈ കർഷകർക്ക് സ്പെഷ്യൽ ടേംസൊക്കെ ഉണ്ടാകും, നമുക്കത് പറയാനറിയില്ല. പിന്നെ വെള്ളം ഇങ്ങനെ അടിച്ച്, പാടത്തോട്ട് വെള്ളം അടിച്ച് ഇതാക്കുന്ന, ഇതിനൊക്കെ ഒരു പേരുണ്ടാകുമായിരിക്കാം, പക്ഷേ അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഓരോരോ ചെറിയ, ഞാനിവിടെ ഡബ്ബ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു കോൾ വന്നു, അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ചൊരു ഫ്രണ്ട്സ്, പിന്നെ ഫാമിലി പോലെ അങ്ങനെയുള്ള ആളുകളായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ സിസ്റ്ററിൻ്റെ കോളേജ് മേറ്റ്സ് അല്ല, സ്കൂൾ മേറ്റ്സാണ്. അവരുടെ കൂടെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പാലക്കാട് പോവുക, ഓക്കെ, ഇത്രയും ഭംഗി ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അത്രയും എന്താ പറയുക, അത്രയും ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ചിലപ്പോൾ ഈ പാലക്കാട് ഏരിയയിലുള്ളവർക്ക് ഇത് ചിലപ്പോൾ ഒന്നുമല്ലായിരിക്കാം. എന്താ വെച്ചാൽ പാലക്കാട് ഏരിയയിൽ കുറേ എന്താ പറയുക, ഈ പാടവും തോടും വരമ്പൊക്കെ ഉണ്ടാകുമായിരിക്കാം. പക്ഷെ അല്ലാതെ ഈ സത്യം പറഞ്ഞാൽ ട്രിവാൻഡ്രത്തു നിന്നൊക്കെ ആൾക്കാർ ഈ പാലക്കാട് കൊല്ലങ്കോടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി, ഇപ്പോൾ ഒരുപാട് റീൽസിലായാലും വീഡിയോസിലായാലും പാലക്കാടിൻ്റെ ഭംഗിയും പാലക്കാടിൻ്റെ കുറേ കാര്യങ്ങൾ കാണും. അപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന കൊല്ലക്കോടൊക്കെ ആണെങ്കിലും, ഇത് അടുത്ത വീഡിയോയിൽ കൊല്ലങ്കോടിൻ്റെ ഭംഗിയാണെങ്കിലും അടുത്ത വീഡിയോയിൽ കൊല്ലങ്കോടത്തെ വേറെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. പക്ഷേ ഇവിടെ ഇനിയും ഉണ്ട്, എന്താ ചെണ്ടുമല്ലിപ്പാടം, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് പുറപ്പെട്ട കാരണം കൊണ്ട് ഇവിടെ എത്താൻ ഏകദേശം 3-4 മണി. കറക്റ്റ് സമയത്താണ് എത്തിയത്. നല്ല വെയിലുമില്ല, ഇരുട്ടുമില്ല, നന്നായിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. പക്ഷേ ഇനിയും ഇവിടെ ഈ കൊല്ലങ്കോട് ഭംഗി ആസ്വദിക്കാൻ സീതാർകുണ്ട് വെള്ളച്ചാട്ടം, അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഇനിയും ഉണ്ട്. പിന്നെ അത്യാവശ്യം ദൂരം ഞങ്ങൾക്കുണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ഷൊർണൂരിൽ നിന്ന് വരികയാണെങ്കിൽ പോലും എനിക്ക് അത്യാവശ്യം ദൂരമുണ്ട്. ഞങ്ങളവിടെ ചെന്ന് ഞാൻ ഇതിലൊക്കെ കുടിലൊക്കെ ഇരുന്നപ്പോൾ ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങി. എന്താ പറയുക, ഭയങ്കര ഒരു വൈബാണ്. നമുക്ക് മനസ്സിന് നമ്മുടെ അസ്വസ്ഥതകളും നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും എല്ലാം ഒഴിവാക്കാൻ പറ്റുന്ന ഒരിടം, നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരിടം. അപ്പോൾ അത് എനിക്ക് അതാണ് ഈ ഒരു
ഇങ്ങനെയുള്ളൊരു എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിൽ വന്നു കഴിഞ്ഞാലുള്ള അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് ശാന്തമായി പോകും, ഭയങ്കര കാമായിട്ട് പോകും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളുടെ കയ്യിൽ വീഡിയോ കൊടുത്ത കാരണം പലരും പല രീതിയിലാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇൻസ്റ്റാഗ്രാം മോഡിന് വേണ്ടിയിട്ട് ആ രീതിയിൽ വെർട്ടിക്കലായിട്ട് ഫോൺ പിടിച്ചിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് എന്താ പറയുക പ്രോബ്ലംസ് ഉണ്ടാകും വീഡിയോയിൽ. ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാം. അങ്ങോട്ട് തിരിഞ്ഞിട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ടും പല ഫ്രെയിംസും ഈ ഫ്രെയിമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫോട്ടോസിന് എടുക്കാൻ പറ്റിയ ആപ്റ്റായിട്ടുള്ള നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടെങ്കിൽ കിടിലൻ ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടും. ഇത്രയും ഈ ബാക്ക്ഗ്രൗണ്ട് സീനറി ഗ്രീനറി ആവുന്നതോറും നമ്മുടെ ഫോട്ടോസ് ഭയങ്കര ഭംഗിയായി തീരും. പിന്നെ ഇത് വെള്ളം പാടത്തോട്ട് ആക്കാനുള്ള ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ മലയാളത്തിൽ. നമ്മളെ ചർക്കട ഏകദേശമൊക്കെ അതൊരു മോഡൽ. ഇതിങ്ങനെ ചവിട്ടിയിട്ട് വെള്ളം അങ്ങോട്ട് പാടത്തോട്ട് ആക്കുകയാണ് ചെയ്യുന്നത്. പണ്ടത്തെ ദ വേ ഓഫ് ട്രാൻസ്പോർട്ടിങ് വാട്ടറാണ് ഇത്. ഇപ്പോഴാണല്ലോ എന്താ പറയുക കിണറും പിന്നെ ടാങ്കും കറണ്ടിൽ വെള്ളം ഇതൊക്കെ മറ്റേതിങ്ങനെ ആയിരുന്നല്ലോ. അതിൻ്റെയൊക്കെ ഒരു പ്രതീകം അവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. സംഗതി എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൽ പാലക്കാടത്തൊരു ചേച്ചിനെ കണ്ടു, കൊല്ലംകോടത്തൊരു ചേച്ചിനെ കണ്ടു. പേരെന്താ? സുശീല. ഇവിടെ തന്നെ നിങ്ങൾ പാലക്കാട് ഭാഷയിൽ എന്തെങ്കിലും പറയാലോ? നിങ്ങളുടെ പേരെന്താ? സുശീല. കൊല്ലംകോട് തന്നെ. എൻ്റെ മക്കളാ? നമ്മൾ ഷൊർണൂര്. കേട്ടിട്ടുണ്ടാ? ഓ തന്നെ. അപ്പോൾ കൊല്ലംകോടിൻ്റെ ഗ്രാമഭംഗി ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചു. നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമെന്ന് വിചാരിക്കും. ഇടയ്ക്ക് മഴ പെയ്തപ്പോൾ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടു. അപ്പോൾ അതാ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.